തിരുവല്ലയ്ക്കടുത്ത് റബ്ബർ എസ്റ്റേറ്റിൽ ഒരു സ്ത്രീ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മണ്ണിന്റെ ഇടയിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ കിടക്കുന്നു, കൈ ഇങ്ങനെ കിടന്ന് അനങ്ങുന്നു. ആ സ്ത്രീ എന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു? മാന്തി പുറത്തെടുത്തു. അപ്പൊ എന്താണ്? ജനിച്ചിട്ട് 2-3 ദിവസമായ ഒരു കുഞ്ഞാണ് അവിടെ കിട്ടിയത്. അങ്ങനെ എന്തെല്ലാമാണ് നമ്മൾ. അപ്പൊ അമ്മമാര് പോലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കും, അപ്പന്മാര് പോലും കുഞ്ഞുങ്ങളെ മോശമായിട്ട് ഉപയോഗിക്കും. പക്ഷേ ദൈവം ഉപയോഗിക്കില്ല. അവിടുന്ന് നിന്റെ നാശത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമല്ല, മോനെ നിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ദൈവമാണ്. നീ വളർന്ന് മിടുകനായി നല്ലൊരു IAS കാരനായി, അല്ലെ IPS കാരനായി, അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ നേതാവായി നിനക്കും നിന്നെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും ദൈവത്തിനും ഈ ഭൂമിക്കും നീ പ്രയോജനമുള്ളവനായിരിക്കണം. ഞാൻ പറഞ്ഞ മൊത്തം ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? നീ നിനക്ക് പ്രയോജനമുള്ളവനായിരിക്കണം, നീ നിന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രയോജനമുള്ളവനായിരിക്കണം, നീ നിന്റെ ദൈവത്തിന് പ്രയോജനമുള്ളവനായിരിക്കണം, നീ ഉൾക്കൊള്ളുന്ന ഈ ഭൂമിയിലെ ഓരോ ചരാചരങ്ങൾക്കും നീ പ്രയോജനമുള്ളവനായിരിക്കണം. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്? നീ നിനക്ക് പ്രയോജനമുള്ളവനായിരിക്കണം. ആദ്യം നീ നിന്നെ ഇഷ്ടപ്പെടണം. നീ നിന്നെ ഇഷ്ടപ്പെടണം. നിന്റെ രൂപം കറുത്തതായിരിക്കാം, നിന്റെ രൂപം വെളുത്തതായിരിക്കാം, നിന്റെ പല്ല് വെള്ളിയതായിരിക്കാം, നിന്റെ കാലുകൾ വളഞ്ഞതായിരിക്കാം, നീ കുറിയതായിരിക്കാം, നീ നെടിയതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നീ നിന്നെ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. നിന്റെ പക്രുവിനെ അറിയാവൂടാ കുട്ടാ? അറിയാവൂടാ ഗിന്നസ് പക്രുവിനെ? അറിയാം. എങ്ങനെയുണ്ട് ഗിന്നസ് പക്രു? അടുത്ത കാലത്ത് ഒരു സിനിമ എടുത്തു, പേരെന്താണ്? കുട്ടിയും കോലും. ഇതത്രയും നീളമുണ്ടോ ഗിന്നസ് പക്രുവിന്? ഇല്ല. എന്ത് സ്മാർട്ടായിട്ടാണ് സംസാരിക്കുന്നത്, എന്ത് സ്മാർട്ടായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒബാമ എടുത്തു നോക്ക്, കറുത്ത ആളാണ്. വെളുത്തവരായിട്ടുള്ള അമേരിക്കക്കാരുടെ നേതാവാണ് കറുത്ത നേതാവ്. ആരാണ്? ഒബാമ. അപ്പൊ നിറത്തിന് വല്ല ഗുണമുണ്ടോ? ഒരു നിറത്തിന്റെ ആവശ്യമില്ല. ദൈവ പൈതലായിട്ട് നീ വളരാൻ തയ്യാറാണെങ്കിൽ, യഹോവ എന്റെ ഇടയനാണെന്ന് നിന്റെ ഉള്ളിൽ നീ പറയാൻ തയ്യാറാണെങ്കിൽ, യഹോവ എന്റെ അപ്പച്ചനാകുന്നു, ദൈവം എന്റെ അപ്പച്ചനാകുന്നു, എന്റെ പപ്പയാകുന്നു, എന്റെ എല്ലാമാകുന്നു എന്റെ ദൈവമെന്ന് നീ പറയാനും അതനുസരിച്ച് ജീവിക്കാനും തയ്യാറാണെങ്കിൽ, എന്റെ പൊന്ന ചക്കരപ്പടവേ, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, നിന്റെ കുടുംബത്തിൽ മാറ്റമുണ്ടാകും, നിന്റെ ചുറ്റുപാടുകളിൽ മാറ്റമുണ്ടാകും. പിന്നെ സംവരണത്തിന്റെ ഒന്നും പുറകെ കൊണ്ട് ആവശ്യം ഇല്ല. സംവരണം ഉണ്ടല്ലോ, ഇപ്പൊ റിസർവേഷൻ. ഞങ്ങൾ ഇന്ന സമുദായമാണ്, ഞങ്ങൾക്ക് അതുകൊണ്ട് റിസർവേഷൻ. ഒരു റിസർവേഷന്റെ ആവശ്യമില്ല മക്കളെ. നിങ്ങൾ പഠിക്കാൻ തുടങ്ങും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും, വൃത്തിയായി ജീവിക്കാൻ തുടങ്ങും, പല്ല് തേക്കാൻ തുടങ്ങും, കുളിക്കാൻ തുടങ്ങും. പിള്ളേരെ കണ്ടില്ലേ? ഞങ്ങളുടെ പള്ളിയിൽ നിൽക്കുന്ന ചില ആമ്പിള്ളേരെ കാണുമ്പോൾ ഞാൻ രഹസ്യവരെ വിളിച്ചിട്ട് ചോദിക്കും, എടാ ഇത് കുളിച്ചിട്ടാണോ വന്നേ? അവന്റെ പല്ലിലിരിക്കുന്ന അഴുക്ക് കാണുമ്പോൾ ഞാൻ ചോദിക്കും, എടാ നീ പല്ല് തേച്ചോടാ? ഷേവ് ചെയ്യാതെ അവന്റെ കൂടെ അവിടെ എവിടെയൊക്കെ വെച്ച് നടക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. അതുപോലെ തന്നെ ലോ വേസ്റ്റ് ജീൻസ് ഇട്ടിട്ട് അവൻ എന്റെ മുമ്പിൽ, ഞാൻ പുറകെ നിൽക്കും, അവൻ എന്റെ മുമ്പിലാണ് പിള്ളേർ വന്നിരിക്കുന്നത്. അച്ഛൻ പ്രസംഗിക്കുന്ന സമയത്ത് ആൾക്കാരിരിക്കും. ഇരിക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോ എന്താണ്, വിവാൽഡി, ജോക്കി തുടങ്ങിയ പേരുകൾ കാണാം. ചെലവന്മാർക്ക് ഇതൊന്നും കാണാനില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇവരിത് ധരിക്കുന്നില്ല. കണ്ടില്ലേ? നമ്മൾ അന്തസ്സായ ജീവിതത്തിലേക്ക് വരും. നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നീ മാറും. നീ കറുത്തതായിക്കോട്ടെ, വെളുത്തതായിട്ടെ, പല്ലുന്തിയതായിക്കൊള്ളട്ടെ, നിന്നെ കണ്ടാൽ ഒരു ഐശ്വര്യമുള്ളവൻ. ആ വാക്കാണ് എല്ലാവരും മലയാളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മളെ കണ്ട നല്ല ഐശ്വര്യമാണ്. എന്താ ഐശ്വര്യം എന്ന് പറഞ്ഞ അർത്ഥം പറ. പഠിക്കട, എന്തെങ്കിലുമൊക്കെ പഠിക്കട. ഐശ്വര്യമുള്ളവനാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ?
ഐശ്വര്യം, തേജസ്. ഈശ്വരനുള്ളവനാണ് ഐശ്വര്യമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ആത്മാവാണ് എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവെന്ന് തിരിച്ചറിഞ്ഞവൻ. ഞാൻ ദൈവത്തിന്റെ മോനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാൻ യേശുവിന്റെ പൊന്നുമോനാണ്, ചക്കരക്കുട്ടനാണ്. അതുകൊണ്ട് എനിക്ക് ചീത്ത പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്റെ കണ്ണുകൊണ്ട് മ്ലേച്ഛമായ ചിത്രങ്ങൾ കാണാൻ പാടില്ല. എന്റെ കണ്ണുകൊണ്ട് ഞാൻ മോശമായ മെസ്സേജ്, നമ്മുടെ മന്ത്രിമാർ പോലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജാമ്യം ഉപേക്ഷിച്ചിട്ട് ഞാൻ മറ്റേ കാമുകിക്ക് അയച്ചു. ആരയച്ചു? ഗണേശൻ. ഉമ്മ ഉമ്മ ഉമ്മ. കണ്ടില്ല, ഇത്രയും പ്രായമായിട്ട് അവൻ ഉമ്മയുടെ ബുദ്ധി മാറിയിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടണം. നമ്മൾ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ എന്റെ യേശുവിന്റെ പൊന്നു പൈതലാണ്. അതുകൊണ്ട് യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്ലസ് ടു ഉള്ള വിദ്യാർത്ഥികള് യഹോവയുടെ ഇടയനാകുന്നതൊക്കെ വായിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ നിയമം 4 സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമം മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. നിങ്ങൾ ഇത് ഏതെങ്കിലും ഒരു സുവിശേഷം ആദ്യം തൊട്ട് അവസാനം വരെ മനസ്സിൽ